കേരളം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളായിരിക്കാം. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരു വളക്കൂറുള്ള മണ്ണായിരുന്നു കേരളവും ബംഗാളും ത്രിപുരയും ഒക്കെ തന്നെ. ആ ബംഗാളിൽ കാകെ തകർന്നടിഞ്ഞിട്ടുള്ള CPM ഇപ്പോൾ അഭൂതപൂർവമായിട്ടുള്ളൊരു തിരിച്ചുവരവിൻ്റെ തുടക്കമായിരിക്കും ഈ 2024 തെരഞ്ഞെടുപ്പ്. അത് പറയാൻ കാര്യം, കഴിഞ്ഞ തവണ തന്നെ ഇൻസാഫ് റാലി എന്ന് പറയുന്ന ഒരു റാലി ഏതാണ്ട് 300ഓളം കേന്ദ്രങ്ങളിൽ നടത്തിക്കൊണ്ട് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മീനാക്ഷി മുഖർജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ അഭൂതപൂർവമായ ആളെ കൂട്ടുന്ന ഒരു ക്രൗഡ് പുള്ളറായി മാറി. ഈ റാലിയുടെ ഏറ്റവും സമാപന ദിവസം തന്നെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള സമ്മേളനത്തിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുകയും അത് അവിടെയുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഞെട്ടിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോഴും ഈ മീനാക്ഷി മുഖർജി അവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല. അവർ അവിടുത്തെ ഏറ്റവും കൂടുതൽ ക്രൗഡ് പുള്ളറായിട്ടുള്ള നേതാവായി മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, നാഷണൽ മീഡിയാസ് പോലും വലിയ തോതിൽ അവരുടെ പ്രസംഗങ്ങൾക്കും അതുപോലെ മാധ്യമ കവറേജും വളരെ കൃത്യമായി കിട്ടുന്നു. കൂടാതെ CPM സോഷ്യൽ മീഡിയ വളരെ കൃത്യമായി അവിടെ ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ CPM ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ഇത് മീനാക്ഷി മുഖർജി എന്ന് പറയുന്ന ഒരാളുടെ മാത്രം മിടുക്കല്ല. അവിടെ ഇപ്പോൾ 23 മണ്ഡലങ്ങളിൽ CPM മത്സരിക്കുമ്പോൾ ആ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഏതാണ്ട് 8 എണ്ണത്തിലും 40 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് മത്സരിക്കുന്നത്. ആ ചെറുപ്പക്കാരായിട്ടുള്ളതിൽ ഐഷി ഘോഷ് എന്ന് പറയുന്ന വനിതയും ശ്രീജൻ ഭട്ടാചാര്യ എന്ന് പറയുന്ന ആളും ദീപ്തിദ ധർ എന്ന് പറയുന്ന ബംഗ്ലാദേശ്, അതായത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന്, പഴയ കിഴക്കൻ പാകിസ്ഥാൻ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗവുമായിട്ടുള്ള നിരവധി പേർ അവിടെ മത്സരിക്കുന്നുണ്ട്. അവർ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു മത്സരത്തിന് കളമൊരുക്കുന്നു എന്നുള്ളതാണ്. CPM നമുക്കറിയാം 3 പതിറ്റാണ്ട് കാലത്തോളം സ്വാതന്ത്ര്യത്തിന് ശേഷം അവിടെ കോൺഗ്രസും പിന്നീട് 1977 ശേഷം 34 കൊല്ലത്തോളം CPMൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണിയുമൊക്കെ ഭരിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നിയമസഭയിലേക്ക് ഒരു CPMൻ്റെ അംഗം പോലും ഇല്ല. അതുപോലെ തന്നെ പാർലമെൻറ്റിലേക്കും അവിടെ നിന്ന് ഒരാളെ പോലും ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ 2011 ഇവർ പുറത്താകുന്നു. അതിനിടയിൽ 1996 153 സീറ്റുകളിലേക്കായി CPMൻ്റെ വോട്ട്, അതായത് CPMൻ്റെ നിയമസഭയിലെ എണ്ണം ചുരുങ്ങിപ്പോകുന്നുണ്ട്. പക്ഷേ ആ തിരിച്ചടി അതിജീവിച്ചെങ്കിൽ പോലും 2007 നടന്നിട്ടുള്ള നന്ദിഗ്രാം വെടിവെപ്പോടുകൂടി പിന്നീട് 2011 നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പോടുകൂടി CPMൻ്റെ അന്ത്യം കുറിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ അവിടെ CPMന് കിട്ടിയിട്ടുള്ള വോട്ടെന്ന് പറയുന്നത് 4.72% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ കേവലം 28,20,000 ആളുകൾ മാത്രമേ CPMന് വെസ്റ്റ് ബംഗാളിൽ വോട്ട് ചെയ്തിട്ടുള്ളൂ. വെസ്റ്റ് ബംഗാളിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 10,40,00,000 പേരാണ് എന്നുള്ളത് ഇത് കേൾക്കുന്നവർ ആലോചിക്കണം. അതിൽ കേവലം 28,20,000 ആളുകൾ മാത്രമേ CPMന് 2021 വോട്ട് ചെയ്തിരുന്നുള്ളൂ. 2019 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 6%-ലേറെയായി അവിടെ LDF എന്ന് പറയുന്ന ഒരു മുന്നണിക്ക് വോട്ട് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ 2023 വരുമ്പോൾ അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ കോൺഗ്രസും CPMും ഒരുമിച്ചാണ് മത്സരിച്ചത്. ആ കോൺഗ്രസും CPMും ഒരുമിച്ച് മത്സരിച്ചപ്പോൾ അവർക്ക് ഏതാണ്ട് 20%-ലധികം വരുന്ന വോട്ട് ഷെയർ ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തവണ അവിടെ മമതാ ബാനർജി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ നിലവിലുണ്ട്. അത് കോൺഗ്രസും CPMും തമ്മിൽ യോജിച്ചിട്ടാണ് മത്സരിക്കുന്നത്. 2019 അവർ തമ്മിൽ അങ്ങനെ സീറ്റ് ധാരണ ഉണ്ടാക്കി മത്സരിച്ചതാണ്. പക്ഷെ അന്ന് കോൺഗ്രസിന് 2 സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞു, പക്ഷേ CPMന് 1 സീറ്റ് പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത്തവണ CPMന് ചിലപ്പോൾ സീറ്റുകളൊന്നും ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അഥവാ ജയിക്കാൻ കഴിഞ്ഞാൽ പോലും 1-2 സീറ്റുകളിൽ മാത്രമേ CPM ജയം പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ സാകെ തകർന്നു പോയ CPMൻ്റെ ഒരു തിരിച്ചുവരവിന് അവിടെ കളമൊരുങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു നൂറ്റാണ്ട് മുൻപ് MN റോയിയൊക്കെ കമ്മ്യൂണിസത്തിൻ്റെ വിത്തുകൾ പാകിയിട്ടുള്ളൊരു മണ്ണിൽ പിന്നീട് കോൺഗ്രസ് കാണിച്ച ചില അബദ്ധങ്ങളെയും കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് CPM അവിടെ വളർന്നത്. ഉദാഹരണത്തിന് ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് അന്നറിയപ്പെട്ടിരുന്ന ഇപ്പോൾ ബംഗ്ലാദേശായിട്ടുള്ള സ്ഥലത്തുനിന്ന് വലിയ കുടിയേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുടിയേറ്റമുള്ള ആളുകൾ കയ്യേറിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവരെ ഒഴിപ്പിക്കാനും പിന്നീട് ഛത്തീസ്ഗഡ് പോലെ താരതമ്യേന പോപ്പുലേഷൻ കുറവായ സ്ഥലങ്ങളിലേക്ക് ഇവരെ പറഞ്ഞയക്കാനും ഒക്കെ കോൺഗ്രസ് ശ്രമിച്ചതിൻ്റെ എതിരെ നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് CPM അവിടെ വളർന്നു വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ CPM അവിടെ ശ്രമിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് BJPയെയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെയും ഒരുപോലെ എതിർക്കാൻ ശക്തി സമാഹരിക്കുന്ന ഒരു പാർട്ടിയായി CPM അവിടെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ വളർച്ചയുടെ തുടക്കം കണ്ടു തുടങ്ങിയിരിക്കുന്നു.
ഇതിൽ മീനാക്ഷി മുഖർജി എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അവിടെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു നേതാവായി മാറിയിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ അവർ 300ഓളം പൊതുയോഗങ്ങളിൽ സംസാരിച്ചു, ബ്രിഗേഡ് ഗ്രൗണ്ടിൽ സംസാരിച്ചു, ആയിരക്കണക്കിന് ആളുകളാണ് അവരെ കേൾക്കാൻ കൂടിയത്. കൂടാതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 4-5 പൊതുയോഗങ്ങളിലെങ്കിലും ഒരു ദിവസം പ്രസംഗിക്കുന്ന ആളായി മീനാക്ഷി മുഖർജി മാറിയിരിക്കുന്നു. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പോലും ഇവരെ പ്രസംഗിക്കാൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കറിയാം, സന്ദേശ് ഖലി എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. ആ സന്ദേശ് ഖലിയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നത്തിൽ തന്നെ അവിടെ മാധ്യമങ്ങളെ പോലും കടത്തിവിടാതെ മമതാ ബാനർജിയുടെ നേതൃത്വം അല്ലെങ്കിൽ പോലീസ് തടഞ്ഞു നിർത്തിയപ്പോൾ അവിടെ ആള് മാറി സന്ദേശ് ഖലിയുടെ അകത്ത് ചെന്ന് ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യാനും അവിടെ നിന്ന് പുറത്തു വന്നിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാനും ഒക്കെ മീനാക്ഷി മുഖർജി കാണിച്ച ധൈര്യവും പ്രശംസിക്കപ്പെട്ടു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് ചിന്തിക്കുമ്പോൾ CPM എന്ന് പറയുന്നൊരു പാർട്ടി അവിടെ 34 കൊല്ലം അധികാരത്തിലിരുന്നപ്പോൾ ആ അധികാരത്തിലിരുന്ന CPMൻ്റെ ഒപ്പം ഉണ്ടായ ഒരാളാണ് സന്ദേശ് ഖലിയിലെ വില്ലൻ എന്ന് പറയാവുന്ന ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന കഥാപാത്രം. ഇത്തരത്തിൽ ഷാജഹാൻ ഷെയ്ഖിനെ പോലെയുള്ള നിരവധി കഥാപാത്രങ്ങൾ ഒരു പാർട്ടി ഭരണത്തിലേക്ക് കയറിയപ്പോൾ ആ ഭരണത്തിൻ്റെ ഭാഗമായി അതിൻ്റെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി CPMലേക്ക് വരികയും അങ്ങനെ CPM ഇത്തരത്തിലുള്ള ഒരു കൊള്ളക്കാരുടെയും കൊള്ളസങ്കേതത്തിൻ്റെയൊക്കെ ഒരു പാർട്ടിയായി മാറുകയും ഇവരെല്ലാം ലോക്കലി ഉള്ള ആളുകൾ പോലും അങ്ങേയറ്റം അഴിമതിക്കാരാവുകയും ജനദ്രോഹികളാവുകയും അവർ സ്ത്രീ പീഡകരും അതുപോലെ തന്നെ മുതൽ കൊള്ളയടിക്കുന്നവരും ഒക്കെയായി മാറുകയും ചെയ്ത ഒരു നെക്സസ് അവിടെ രൂപപ്പെട്ടു വന്നു. ഇപ്പം കഴിഞ്ഞ 2011 മുതൽ ഈ കഴിഞ്ഞ സമയം വരെയുള്ള 13 കൊല്ലങ്ങളിൽ മമതാ ബാനർജി അവിടെ ഭരിക്കുമ്പോൾ CPM ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ CPM ഒന്നുകൂടി റിഫൈൻഡ് ആവുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു അധികാരവും കേന്ദ്രത്തിലും ബംഗാളിലും ഒന്നും സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും അധികാരമില്ലാത്ത ആളുകളുടെ ഇടി മാത്രം കൊള്ളാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ജോയിൻ ചെയ്യാം ആദർശങ്ങളുടെ പേരിൽ എന്ന് മാത്രം ഉള്ളൊരവസ്ഥ വന്നപ്പോൾ ആദർശങ്ങളുടെ പേരിൽ മാത്രം നിൽക്കുന്ന ഒരു ആയിരക്കണക്കിന് നൂറുകണക്കിന് ചെറുപ്പക്കാർ ആ പാർട്ടിയിലേക്ക് വരികയും നേരത്തെ ഉണ്ടായിരുന്ന ഷാജഹാൻ ഷെയ്ഖിനെ പോലെയുള്ള കളകളൊക്കെ ഇനി ഇവിടെ നിന്നിട്ടൊന്നും കിട്ടാനില്ല എന്ന് മനസ്സിലാക്കി കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് CPMൽ നടന്നിരിക്കുന്നു. അങ്ങനെ നടന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ CPM കുറേ കൂടി റിഫൈൻഡ് ആയിട്ടുള്ള പാർട്ടിയായി കൊഴിക്കുന്നു. അതുകൊണ്ട് തന്നെ CPMൻ്റെ ഇതുപോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ യുവാക്കളായിട്ടുള്ള നേതാക്കന്മാർ അവർ വളരെ ത്യാഗമനുഷ്ഠിച്ചുകൊണ്ട് പലപ്പോഴും TMCയുടെ ഒക്കെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നുള്ള BJPയുടെ ഭാഗത്ത് നിന്ന് അത്ര വലിയ അക്രമമില്ലെങ്കിൽ പോലും TMCയുടെ ഒക്കെ ഭാഗത്തു നിന്നുള്ള വലിയ അക്രമങ്ങളെ നേരിട്ട് കൊണ്ടുപോലും ഈ പാർട്ടിക്കകത്ത് ഉറച്ചു നിൽക്കുന്നവരാണെന്ന് മനസ്സിലാക്കി അവർ നിരന്തരമായ അധ്വാനത്തിലൂടെ ഒരു ജനവിഭാഗത്തെ കയ്യിലെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ബംഗാളിൽ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ വോട്ട് ഷെയർ കൂടും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. സീറ്റുകളൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഇതൊരു തിരിച്ചുവരവിൻ്റെ തുടക്കമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് CPM എങ്ങനെയാണ് റിഫൈൻഡ് ആയത് എന്നുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഴുത്തിൽ കണ്ണികളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് അധികാരമില്ലാതായപ്പോൾ കുറേ കൂടി ശക്തമായ പാർട്ടിയെ തിരിച്ചു വരാൻ കഴിഞ്ഞത് എങ്ങനെയെന്നുള്ളത് കേരളത്തിലെ CPMകാരും അതുപോലെ പാർട്ടിയും അടക്കം പഠിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സോ അതുകൊണ്ട് ഇത് CPM എന്ന് പറയുന്നൊരു പാർട്ടിയുടെ തിരിച്ചുവരവിൻ്റെ ആരംഭമാണ് ഈ 2024 തെരഞ്ഞെടുപ്പ് വെസ്റ്റ് ബംഗാളിൽ.